പരിചയപ്പെടുത്തുന്നത് നേന്ത്രപ്പഴം വെച്ചിട്ട് 4 മണി ചായക്കൊപ്പം കഴിക്കാവുന്ന ഒരു അടിപൊളി പലഹാരം കേട്ടോ. നമ്മളെപ്പോഴും കടകളിൽ നിന്നൊക്കെ നേന്ത്രപ്പഴം വാങ്ങുന്ന സമയത്ത് നന്നായിട്ട് പഴുത്തു പോയാൽ കഴിക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. എന്നാലോ കറുത്തു പോയാൽ പറയുകയും വേണ്ട. അങ്ങനെ കറുത്തു പോയിട്ടുള്ള പഴം വെച്ചിട്ട് നമുക്ക് കിടിലൻ സ്നാക്സ് തന്നെ റെഡിയാക്കാവുന്നതാണ്. ഈ പഴം ഇതുപോലെ മിക്സിയുടെ ജാറിലോട്ട് കട്ട് ചെയ്തിടുക. എന്നിട്ട് ഇതിലോട്ട് 2-3 ഏലക്ക ഒന്ന് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൊടിയാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ മുഴുവനുള്ള ഏലക്ക 3 എണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ചേർക്കണം എന്നില്ല കേട്ടോ, കാരണം ഈ പഴത്തിൽ തന്നെ അത്യാവശ്യം നല്ല മധുരമുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. ഇതുപോലെ ഇനി ഈ പഴത്തിൻ്റെ മിക്സിലോട്ട് ആവശ്യത്തിനുള്ള മൈദ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ മിക്സ് ഒന്ന് ടൈറ്റ് ആക്കി എടുക്കണം കേട്ടോ. നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയാണ് ഇഷ്ടമെങ്കിൽ അത് ചേർത്തിട്ട് ഈ മിക്സ് ഇതുപോലെ ഒന്ന് തിക്കാക്കി എടുക്കണം. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക കേട്ടോ, ഇല്ല എങ്കിൽ സ്കിപ്പ് ചെയ്യാം. അങ്ങനെ ഇതിലോട്ട് ഞാൻ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുകയാണ്. ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഈ മാവ് എണ്ണയിലോട്ട് കോരി ഒഴുകുന്ന സമയത്ത് ഇതുപോലെ വിട്ട് വരുന്ന ആ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമുക്ക് മൈദയോ ഗോതമ്പ് പൊടിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ വെളിച്ചെണ്ണയാട്ടോ എടുത്തിട്ടുള്ളത്. ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഒരു തവി കൊണ്ട് ഇതുപോലെ ബാറ്ററി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു വശം റെഡിയാവുന്ന സമയത്ത് മറുവശം തിരിച്ചിട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും തിരിച്ചും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളുടെയൊക്കെ വീട്ടിൽ പഴം വാങ്ങിച്ചിട്ട് ഇതുപോലെ പഴുത്തു പോയാൽ കറുത്തു പോയാൽ ഇനി ചീത്തയാക്കി കളയാതെ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഉൾവശം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോവല്ലേ. ഇനിയും പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്